മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്ട്രാറ്റജീസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ട്രാറ്റജി വെച്ച് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇതേ സ്ട്രാറ്റജി വെച്ച് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും കറക്റ്റായിട്ട് സിമ്പിളായിട്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ട്രേഡ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടിലും റീടെസ്റ്റിലും പല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, നല്ല ക്വാളിറ്റി ട്രേഡ്സ് നല്ല റിസ്ക് റിവാർഡിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ റീടെസ്റ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ഇതിന് തന്നെ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പല കാര്യങ്ങളും മിസ്സായി പോവാതിരിക്കാനായിട്ട് മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫീസിലാണ് നമ്മളിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ള കാര്യം ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. മാർക്കറ്റിൽ 3 തരത്തിലുള്ള ട്രെൻഡാണുള്ളത്. അതിലൊന്ന് അപ് ട്രെൻഡ്, 2 ഡൗൺ ട്രെൻഡ്, 3 സൈഡ് വേസ്. മാർക്കറ്റിൽ ഏറ്റവും അധികം കൂടുതൽ കാണാൻ പറ്റുന്നതും ഈ സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയാലും നമുക്കൊരു അപ് ട്രെൻഡ് കഴിഞ്ഞൊരു സൈഡ് വേസ് ഇവിടെ നടക്കുന്നത് കറക്റ്റായിട്ട് കാണാം. അതിനുശേഷം ആ ഒരു സ്ട്രക്ചർ അങ്ങ് ബ്രേക്ക് ചെയ്യുന്ന കാണാം, അല്ലെങ്കിൽ ആ ഒരു സോൺ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന കാണാം. അതിനുശേഷം കറക്റ്റായിട്ട് നോക്കുവാണെങ്കിലും പ്രൈസ് കറക്റ്റായിട്ട് ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇപ്പോൾ പ്രൈസ് ഡൗൺ ട്രെൻഡിലേക്കാണ് ഇനി മൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ അധികം ട്രേഡുകൾ നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുകയും വേണം. ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, നമ്മളതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. പ്രൈസ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ 1-2 സിഗ്നൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു പോയിന്റാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതേ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രൈസിലാണ്, ഈ ഒരു പോയിന്റിലാണെങ്കിലും പ്രൈസ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിജക്ഷൻ കിട്ടിയ 2 ലെവൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഈ ഡൗൺ ട്രെൻഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ സ്ട്രക്ചർ വൈസും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു സ്വിങ് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ സ്വിങ്ങിലെ ഹയസ്റ്റ് പോയിന്റ് ഇതും അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റ് ഇതുമാണ്. അപ്പോൾ അതേപോലെ തന്നെ എഗെയിൻ ഒരു സ്വിങ്ങിലെ ഹയസ്റ്റ് പോയിന്റ് ഇതും സ്വിങ്ങിലെ ലോവസ്റ്റ് പോയിന്റ് ഇതുമാണ്. അപ്പോൾ ഈ സ്വിങ്ങിലെ ഹയസ്റ്റ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ വൈസ് ആണെങ്കിലും ഇതിൽ ലോവർ ഹൈയും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ലോവർ ലോയും ആയിരിക്കും. ആ ഒരു രീതിയിലേക്കും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാലും അവിടെ കൂടുതൽ കൺഫർമേഷൻ കിട്ടുന്നതോറും നമുക്ക് ആ ഒരു ട്രേഡിൽ വിൻ റേറ്റ് കൂടും, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസും കുറച്ച് കൂടുതലായിരിക്കും. കാരണം മൾട്ടിപ്പിൾ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിലും പ്രൈസ് ഇവിടുന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് എടുക്കുന്ന കാണാമല്ലോ, ഇവിടുന്ന് എഗെയിൻ സപ്പോർട്ട് എടുക്കുന്ന കാണാം. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുക്കുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ടൊരു സപ്പോർട്ട് പോയിന്റ് പറയുമ്പോൾ ഒന്ന് സപ്പോർട്ട് എടുത്തു, ആ ഒരു പോയിന്റ് എഗെയിൻ അത് ബ്രേക്ക് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നോക്കുവാണെങ്കിലും ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുത്ത ലെവൽ ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാമല്ലോ. അതേപോലെ തന്നെ ഈ ഒരു 2 ട്രെൻഡ് ലൈൻ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുവാണെങ്കിലും നമുക്ക് എഗെയിൻ ആ ഒരു ട്രെൻഡ് ലൈൻ താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ജസ്റ്റ് ഇതിനകത്ത് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിലെ സ്വിങ്ങിലെ ലോവസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എഗെയിൻ ഒരു സോൺ ഇവിടെ മാർക്ക് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഈ സ്വിങ്ങിലെ ലോവസ്റ്റ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ നല്ല റിജക്ഷനും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോണ് ഇവിടെ നിന്നും റിജക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിങ്ങിലോ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വന്നപ്പോഴും നല്ല രീതിക്ക് തന്നെ ഇവിടെ നിന്നൊരു റിജക്ഷൻ കാണാം. അപ്പോൾ ഈ സെയിം പോയിന്റിൽ നമുക്ക് ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചപ്പോൾ അതിൽ കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ട്രെൻഡ് ലൈനിൽ ഡയറക്റ്റ് ആയിരുന്നു എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യാനുള്ള കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു സപ്പോർട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു കൺഫർമേഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു സോണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണെങ്കിലും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. കാരണം 2 കൺഫർമേഷൻ കിട്ടിയല്ലോ. ട്രെൻഡ് ലൈനിലേക്ക് ട്രാപ്പ് ചെയ്തില്ലെങ്കിലും ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെ സോണിൽ സ്റ്റോപ്പ് ലോസും വെക്കാം. ഈ ഒരു പോയിന്റിൽ ട്രേഡും പ്ലാൻ ചെയ്യാം. സെയിം കാര്യം നോക്കുവാണെങ്കിൽ ഈ ട്രേഡ് മാക്സിമം നമുക്ക് റൈഡ് ചെയ്യാനും പറ്റും. റൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് ഹയസ്റ്റ് റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും.
അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെ വീണ്ടും റിജക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും മാർക്കറ്റ് ഈ ഒരു പ്രൈസിലേക്ക് എത്തുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്തു ഡൗൺ ട്രെൻഡിലേക്കാണ്, അപ്പോൾ സ്ട്രക്ചർ വൈസ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ മൂവ് ചെയ്യും. അതേപോലെ തന്നെ എഗെയിൻ ഈ ഒരു ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്വിംഗ് ലോ അതിവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നറിയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ഈ ഒരു പോയിന്റിലേക്ക് വന്നാൽ വീണ്ടും റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എപ്പോഴാണ് അവസാനിക്കുന്നത് അതുവരെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ. ഇപ്പോൾ സെയിം കാര്യം തന്നെയല്ലേ ഇവിടെയും. പ്രൈസ് ഇവിടുന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു, അതേപോലെ തന്നെ ഇവിടുന്ന് റിജക്ഷൻ കാണുന്നു, എഗെയിൻ ഡൗൺ സൈഡിലേക്ക് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുന്നും റിജക്ഷൻ കിട്ടുന്ന ലെവൽസ് കാണാം. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എഗെയിൻ ഈ ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്ത ട്രേഡ് ആണെങ്കിലും ഓരോരോ പോയിന്റിൽ മാക്സിമം അത് റൈഡ് ചെയ്യാനും പറ്റും. എപ്പോഴാണ് നമുക്ക് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ മാക്സിമം എത്ര റൈഡ് ചെയ്യാൻ പറ്റുമോ അതുവരെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം നല്ല ഹൈ റിസ്ക് റിവാർഡ് തന്നെ ക്യാച്ച് ചെയ്യാനും പറ്റും. ഇതിൽ വേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ ട്രെൻഡ് പ്ലാൻ അല്ലെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രെൻഡ് ലൈനിൽ എൻട്രി എടുക്കാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് കൂടി നോക്കിയിട്ടും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിലൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞു തന്നത്. കാരണം ഒരു സ്വിങ്ങിലെ ലോവസ്റ്റ് പോയിന്റ് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത പോയിന്റ് അത് അഗൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനിലേക്ക് വരുവാണെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ ട്രേഡ് എടുക്കാൻ നേരത്ത് വേറൊരു കൺഫർമേഷനും കൂടെ നമുക്ക് കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് അല്ലെങ്കിൽ ട്രെൻഡ് അവസാനിക്കുന്നവരെ നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്ത് നല്ല ഹൈ റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാനായിട്ടും പറ്റും. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷനിലൊരു ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞേക്കുന്നത്, ഈ സോൺ വെച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ റീടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ വീണ്ടും നമുക്ക് നല്ല രീതിക്ക് തന്നെ പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും ഇപ്പോൾ ട്രെൻഡ് മാറി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ ലെവലൊന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു കുറച്ച് എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇനി അടുത്തൊരു ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അത് അപ് ട്രെൻഡോ സൈഡ് വേസോ അത് അഗെയിൻ ഡൗൺ ട്രെൻഡ് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സ്വിങ്ങിലെ പോയിന്റും ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടി. അപ്പോൾ അടുത്ത തവണ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു 3 തവണയെങ്കിലും ട്രെൻഡ് ലൈനിലേക്ക് ടാപ്പ് ചെയ്ത് പിന്നെ പോകുമ്പോൾ 4ാമത്തെ തവണ ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിലെ റീസെൻ്റ് ആയിട്ട് നല്ല റിജക്ഷൻ കിട്ടിയ ലെവൽസ് നോക്കിയാൽ പോരെ. അതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് എടുക്കാം. ഈ ഒരു പോയിന്റ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയാം. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നല്ലൊരു രീതിക്ക് റിജക്ഷൻ കിട്ടി, അതേ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു മൊമെൻറ്റവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോണിലേക്ക് എഗെയിൻ പ്രൈസ് വരുവാണെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യുവാണെങ്കിലും ഒരു മിനിമം റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു റിസ്ക് റിവാർഡിൽ തന്നെ നമുക്ക് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോസ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10 പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. മിനിമം ഈ ഒരു സ്വിങ്ങിൻ്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് വെക്കുവാണെങ്കിൽ 1:3 കിട്ടും. ഇപ്പോൾ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് പോയേക്കുന്നത്. എന്നാലും നോക്കി മിനിമം നമുക്കൊരു 3-4 ഒരു കുറച്ച് ക്യാൻഡിൽ തന്നെ നമുക്കൊരു അധികം ടൈം പോലും എടുത്തിട്ടില്ല. 1:2 ഒക്കെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയാലും അത് ലോസിലേക്ക് പോകത്തുമില്ല. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തു. എഗെയിൻ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ബ്രേക്ക് ലൈനിൽ കട്ട് ചെയ്ത് മാറാൻ പറ്റും. കാരണം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത ട്രെൻഡിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് മാറ്റാനായിട്ടും പറ്റും. കാര്യങ്ങൾ ഇതുപോലെ ഈസിയാണ്. ഞാൻ 1-2 എക്സാമ്പിളും കൂടെ ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന 1-2 എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയിന്റിൽ നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈനോടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിലൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ചാർട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുമ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയാണ് ഇവിടെ നമ്മൾ സപ്പോർട്ട് ലൈനായിട്ട് മാർക്ക് ചെയ്തത്. കാരണം ഇതൊക്കെ ഇൻറ്റേർണൽ ലെവലാണ്. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ
ഉള്ളിലാണ് ഈ ട്രേഡ് അല്ലെങ്കിൽ ഈ ക്യാൻഡിൽസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലെവലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് മെയിനായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യണം. അതിൽ തന്നെ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ റിജക്ഷൻ കാണാം. അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് ലൈന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. സെയിം ലെവലിൽ ട്രേഡ് പ്ലാൻ ചെയ്യുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഈ ഒരു ട്രേഡിലും നല്ല രീതിക്ക് തന്നെ റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറാൻ പറ്റും. ഇത് താഴേക്ക് പോകാൻ നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിലാണെങ്കിലും ട്രെൻഡ് കണ്ടിന്യൂവേഷൻ മനസ്സിലാക്കി നമുക്ക് നല്ല രീതിക്ക് റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ അല്ലെങ്കിൽ കുറേ എക്സാമ്പിളും കൂടെ കാണിച്ചു തരാമെന്ന് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും. എന്തായാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും സെൽഫായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കോൺടാക്ട് ചെയ്യുക. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.